കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കളർഫുള്ളായിട്ടൊരു പുഡിംഗ് തയ്യാറാക്കിയാലോ? അപ്പോൾ എല്ലാവരും നിറക്കൂട്ട് വ്ളോഗ്സിനൊപ്പം പോന്നോളൂ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുന്തിരി കൊണ്ടൊരു ഐറ്റമാണ് തയ്യാറാക്കുന്നത്. എന്താണെന്നല്ലേ, ഒരു ജെല്ലി ടൈപ്പ് പുഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ മുന്തിരി ഒരു ജ്യൂസ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മുന്തിരി കഴുകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം കുറച്ച് ടൈം കഴിഞ്ഞ് കഴുകിയെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ മുന്തിരിയെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അടിച്ചെടുത്ത മുന്തിരി ജ്യൂസ് ഒരു ബൗളിലേക്ക് നമുക്ക് അരിച്ച് മാറ്റാവുന്നതാണ്. അരിച്ചെടുത്ത ശേഷം മിക്സിയുടെ ജാറൊന്ന് നന്നായിട്ട് കഴുകി ആ വെള്ളം കൂടി ചേർത്തൊന്ന് നന്നായി അരിച്ചെടുക്കുക. അങ്ങനെ മുന്തിരി ജ്യൂസെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചുവട് കട്ടിയുള്ളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ മുന്തിരി ജ്യൂസ് അതിലേക്ക് വീഴ്ത്തി ഒന്ന് തിളപ്പിച്ചെടുക്കാം. മുന്തിരി ജ്യൂസ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്, സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത ഐറ്റം ഇതിലേക്ക് ചേർക്കാം. 1/2 ബൗൾ പഞ്ചാര കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇനി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് കൂടി ചേർക്കുന്നു. ഇനി ചൈന ഗ്രാസും പഞ്ചസാരയും അതിലൊന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ചൈന ഗ്രാസ് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനല്ലാതെയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഒന്ന് തിളച്ചാൽ മാത്രമേ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരികയുള്ളൂ. നല്ല കട്ടിയുള്ളൊരു പുഡിങ്ങാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ കൂടി ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കോൺഫ്ലവർ ചേർക്കുന്നില്ല, ഇത്ര സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ചൈന ഗ്രാസ് ഏകദേശം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. കോൺഫ്ലവർ കൂടി ചേർക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് വറ്റിക്കിട്ടിയേനെ. ഏകദേശം നന്നായിട്ട് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് അരിച്ച് നമുക്ക് പുഡിംഗ് റോയിലേക്ക് മാറ്റാം. കോൺഫ്ലവർ ചേർത്താണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഇങ്ങനെ അരിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കണം. ഒന്ന് ചൂട് മാറിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഇതൊന്ന് തണുത്ത ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം എടുത്തിട്ടുണ്ട്. ഏകദേശം ജെല്ലി ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുന്തിരിയുടെ സ്പെഷ്യൽ ഐറ്റം തയ്യാറായി കഴിഞ്ഞു. മുന്തിരി ഇനി വീട്ടിൽ വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.